ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി അധികാരത്തിൽ വരില്ല എന്ന്. സർ, അത് അദ്ദേഹത്തിന്റെയും മുന്നണിയുടെയും താല്പര്യമാണ്. ഇവിടുത്തെ ജനകോടികളുടെ താല്പര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരണമെന്നാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ 1,52,905 കോടി രൂപയുടെ നിക്ഷേപ താല്പര്യമാണ് സാർ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ ധനകാര്യ വിനിയോഗത്തോട് ചേർത്ത് ഇത് പറഞ്ഞത്, നിക്ഷേപ താല്പര്യങ്ങളെ നിക്ഷേപങ്ങളായി മാറ്റുന്നതിനുള്ള അന്തരീക്ഷം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കണം. അതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ 2025 അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ സവിശേഷത. സർ, ഈ ബഡ്ജറ്റ് കേരളത്തിന്റെ മുന്നേറ്റ പാതയൊരുക്കമാണ്. സർ, ഞാൻ മുമ്പ് ഈ സഭയിൽ ഉന്നയിച്ചത് ആവർത്തിക്കുകയാണ്. സർ, കേരളത്തിന് അനുയോജ്യമായ പദ്ധതികളുമായി നിക്ഷേപ തൽപരർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് കാരണം സമയബന്ധിതമായ പ്രോജക്റ്റുകളും പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നില്ല. സർ, അങ്ങ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സർ, 5 കോടി രൂപ വരെയുള്ള റോഡുകൾ KS കമ്മിറ്റി അംഗീകാരം നൽകുമ്പോൾ 5 കോടിയിൽ കൂടുതലുള്ള തുകയ്ക്ക് ധനകാര്യ വകുപ്പിന്റെയും പ്ലാനിങ്ങിന്റെയും അനുമതിക്ക് വിടുകയാണ്. സർ, തത്വത്തിൽ പദ്ധതികൾക്ക് ആരംഭിക്കാനും പൂർത്തീകരിക്കാനും കാലതാമസം നേരിടുകയാണ്. ഇത്തരം പ്രവൃത്തികളുടെ മാനദണ്ഡങ്ങൾ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. സർ, ഇത് നിക്ഷേപകരുടെ മാത്രം കാര്യമല്ല. ജനപ്രതിനിധികളായ ഞങ്ങൾ ശുപാർശ ചെയ്യുന്ന പദ്ധതികൾ പോലും നിസ്സാര കൊറി എഴുതി കാലതാമസം വരുത്തുന്നുണ്ട്. സാർ, ഇത് അടിയന്തരമായി പരിഹരിക്കണം. സാർ, കേന്ദ്ര സർക്കാരിന്റെ നീരാളിപ്പിടുത്തത്തിലും കേരളം അതിജീവിക്കുന്നത് സാധാരണക്കാരുടെ നികുതി പണത്തിന്റെ വർധനവിൽ കൂടിയുണ്ടായ ഒരു വരുമാനത്തിലൂടെയാണ്. അതിനെ സാങ്കേതികത്വത്തിന്റെ തലവറയിലിടാതെ നടപ്പിലാക്കിയാൽ കൂടുതൽ നിക്ഷേപകരെയും കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. സർ, വൈകുന്നേരമാകുമ്പോൾ കുടുംബസമേതം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഔട്ട് ഈറ്റിംഗ് ടൂറിസവും കേരളത്തിലെ ആവാലവൃദ്ധം ജനങ്ങളെ ആകർഷിച്ചിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് നമ്മുടെ പൊതു ഇടങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് സർ ലഭിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങൾ ഉദ്യാനങ്ങളും കൃഷിയിടങ്ങളും കളിസ്ഥലങ്ങളുമായി പരിവർത്തനം ചെയ്യണം. സാർ, അതത് വകുപ്പുകൾക്ക് അനുവദിച്ച ബഡ്ജറ്റ് വീതം ഇതിനുകൂടി പ്രയോജനപ്പെടുത്തണം. സാർ, എന്റെ നിയോജകമണ്ഡലത്തിലെ പാനൂരിൽ ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിൽ പാനൂർ നഗരസഭാ പരിധിയിൽ 3 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന ഭൂമിയുണ്ട്. സാർ, പ്രസ്തുത ഭൂമി ജലവകുപ്പിന്റെ ഉടമസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കായിക വകുപ്പിന് കൈമാറണമെന്ന ആവശ്യമാണ്. സാർ, ജനങ്ങൾക്കൊക്കെ തന്നെയുള്ളത് അത് സ്വീകരിക്കണം. സാർ, ചെറുകിട സംരംഭകരുടെ പ്രോത്സാഹനമാണ് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും ഏറെ ആശ്വാസം നൽകുന്നത്. ഇത് നമ്മുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. സാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വനിതാ ഘടക പദ്ധതിയിലും പ്രാദേശിക സാമ്പത്തിക വികസനത്തിലും സബ്സിഡി നൽകുന്നുണ്ട്. ഒരു വനിതാ ഗുണഭോക്താവിന് സംരംഭത്തിന് നൽകുന്ന സബ്സിഡി 30,000 രൂപയാണ്. ഇത് കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത്. കുറഞ്ഞത് 60,000 രൂപയെങ്കിലും സബ്സിഡി നൽകാൻ നടപടി സ്വീകരിക്കണം. സാർ, വർദ്ധിച്ചു വരുന്ന ലഹരി, ലഹള, റാഗിംഗ് ഇവയെ പ്രതിരോധിക്കാനും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഉതകും വിധം ഈ സാമൂഹ്യ ആരോഗ്യക്രമം വിദ്യാർത്ഥികളിലും കൗമാരക്കാരിലും യുവാക്കളിലും രൂപപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സാർ, ഇതിനാവശ്യമായ പ്രചരണത്തിനും പ്രവർത്തനത്തിനുമുള്ള തുക വകയിരുത്തിക്കൊണ്ട് സഹായിക്കണം. സാർ, സമൂഹത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും രോഗികൾക്കും മറ്റുമായുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക വകയിരുത്തിക്കൊണ്ട് സമയബന്ധിതമായി അവ വിതരണം ചെയ്യാനും നടപടികൾ സ്വീകരിക്കണം. സാർ, അതുപോലെ തന്നെ തൊഴിലാളികളും സാധാരണക്കാരനും കൂടുതൽ ആശ്രയിക്കുന്നത് ജനകീയ ഹോട്ടലുകളെയും സുഭിക്ഷ ഹോട്ടലുകളെയുമാണ്. ഈ സർക്കാർ കൊണ്ടുവന്ന ആശ്വാസകരമായ പദ്ധതി തുടരുന്നതിന് ആവശ്യമായ തുക സഹായിച്ചുകൊണ്ട് അവരെ സഹായിക്കണം. സാർ, സമീപ ദിവസങ്ങളിൽ ലഹരിക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് സാർ ഉണ്ടായിട്ടുള്ളത്. കുരുന്നുകളെയും വിദ്യാർത്ഥികളെയും